പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും AR ഹോം ടെക് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് IBLൻ്റെ ഒരു എമർജൻസി ലൈറ്റാണ്. പുതിയതാണ്, വാങ്ങിയിട്ടൊരു 6 മാസം പോലും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. 2 ആഴ്ചയോളമായിട്ട് ഇത് കത്തുന്നില്ല. അപ്പോൾ ഇതെന്താണെന്ന് നോക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുതിയതാണ്, ഇത്ര പെട്ടെന്ന് എന്താണ് കംപ്ലൈൻറ്റ് വരാൻ കാരണമെന്നറിയില്ല. അപ്പോൾ നമുക്ക് അയച്ചു നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് അഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചാർജിലിട്ട് നോക്കാം. ചാർജ് കയറുന്നുണ്ടോ, ചാർജിങ് സെക്ഷൻ വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. ചാർജിങ് വർക്കാവുന്നുണ്ട്, അതിൻ്റെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അഴിച്ചിട്ട് കുറേ നേരം ചാർജിൽ വെച്ചു, പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. എന്തായാലും നമുക്കത് അഴിച്ചു നോക്കാം. 2 സ്ക്രൂ ആണ് ഇതിനുള്ളത്. 2 സ്ക്രൂ അഴിച്ചിട്ട് ഉള്ളിൽ എന്താണ് പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. സാധാരണ വരുന്ന ബാറ്ററി അല്ല ഇതിൽ വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു ബാറ്ററിയാണ്. ഇത്തരത്തിലുള്ള ബാറ്ററി പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. വലിയ ബാറ്ററിക്ക് ആണെങ്കിൽ കുറേ നാൾ ലൈഫ് വരും, പക്ഷേ ഇങ്ങനെയുള്ള ബാറ്ററിയൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ സാധാരണ ഇതുപോലെ ഉള്ള ലൈറ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ ബാറ്ററിയാണ് വരാറുള്ളത്. ഇത് 6 വോൾട്ടാണ്. ഇതുപോലെ തന്നെ 4.5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരാറ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ ഇത്തരത്തിലുള്ള വളരെ ചെറിയൊരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി അധികം നാൾ ലൈഫ് വരാൻ സാധ്യതയില്ല, പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിക്കവാറും ബാറ്ററി തന്നെയായിരിക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ്. എന്നാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അഴിച്ചിട്ട് ബാറ്ററിയിൽ പവർ ഉണ്ടോ എന്ന് നോക്കാം. മൾട്ടിമീറ്ററിലും ചെക്ക് ചെയ്ത് നോക്കാം, ബാറ്ററിയിൽ പവർ ഉണ്ടോ എന്ന് നോക്കാം. ബാറ്ററിയിൽ പവർ ഇല്ല. വെറും 1 വോൾട്ടാണ് കാണിക്കുന്നത്. 3.7 വോൾട്ടാണ് ഇതിൻ്റെ ഫുൾ പവർ. 1 വോൾട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുന്ന കറണ്ട് നോക്കാം. ചാർജിങ് സെഷനിൽ കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. ചാർജിങ് സെഷൻ ഓക്കെയാണ്. ബാറ്ററിയിലേക്ക് പവർ വരുന്നുണ്ട്, പക്ഷേ ബാറ്ററിയിൽ പവർ സ്റ്റോർ ആവുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ബാറ്ററി അഴിച്ചെടുക്കാം. അഴിച്ച് വേറൊരു ബാറ്ററി വെച്ച് നോക്കാം. ബാറ്ററി നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. 3.7 വോൾട്ടാണ്. ഇതേ പവറുള്ള മറ്റൊരു ബാറ്ററി, സെയിം ബാറ്ററി വെച്ച് നോക്കാം നമുക്ക്. സെയിം പുതിയ ബാറ്ററിയാണിത്. 3.7 വോൾട്ടിൻ്റെ പുതിയൊരു ബാറ്ററിയാണ്. നമുക്കിത് സെറ്റ് ചെയ്യാം. വയർ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സോൾഡറിങ് വരുന്ന ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് കീറി അവിടെ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് പെട്ടെന്ന് വയറിൽ സോൾഡറിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് തകരമാണിത്. തകരത്തിൽ സോൾഡറിങ് പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് വേണം അതിൽ കുറച്ച് ഫ്ലെക്സ് തടവിയിട്ട് നമുക്ക് കുറച്ച് ലെഡ് അപ്ലൈ ചെയ്യാം.
ഇപ്പോൾ ബാറ്ററിയുടെ പ്ലസ് പോയിന്റിലും മൈനസ് പോയിന്റിലും നമ്മൾ ലെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കണക്ഷൻ കൊടുക്കാം. നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചുവപ്പ് വയർ പ്ലസ്സിലും ബ്ലാക്ക് വയർ മൈനസിലും കൊടുക്കണം. പ്ലസ് മൈനസ് മാറി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് ഡാമേജ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 2 വയറും ഇതിൽ ബാറ്ററിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ബാറ്ററി മാറിയ ഉടനെ തന്നെ ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ബാറ്ററി മാത്രമായിരുന്നു കംപ്ലൈൻറ്റ്. ബാറ്ററി പെട്ടെന്ന് പോകാൻ കാരണം ചെറിയ ബാറ്ററി ആയതുകൊണ്ടാണ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ നമുക്കിനി ഇതിൽ ഫിറ്റ് ചെയ്യാം. മിക്കവാറും ഇത്തരത്തിലുള്ള ലൈറ്റുകളിലൊക്കെ, അതായത് ടോർച്ച് ലൈറ്റ്, ഇതുപോലെ ചെറിയ എമർജൻസി ലൈറ്റ് പോലുള്ളതിലുള്ള എല്ലാം തന്നെ മിക്കവാറും ഒരു 80-90% ഇതിൽ കംപ്ലൈൻറ്റ് വരുന്നത് ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത്തരത്തിലുള്ള എമർജൻസി ലൈറ്റോ ടോർച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാറ്ററി അഴിച്ച് നോക്കിയിട്ട് സെയിം ബാറ്ററി ഒന്ന് വാങ്ങുക, അതിലേക്ക് ഫിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി വലിയ ടെക്നീഷ്യൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ആവശ്യമായി വരുന്നത് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറും ഒരു സോൾഡറിങ് അയണും കുറച്ച് ലെഡും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇത്തരത്തിലുള്ള ലൈറ്റ് ഒന്ന് വാങ്ങണമെങ്കിൽ 800-900 രൂപയൊക്കെ ഇതിന് വില വരുന്നുണ്ട്. അപ്പോൾ ഒരു 150-100 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാറ്ററി കിട്ടും, ചെറിയ ബാറ്ററിയൊക്കെ. അപ്പോൾ ഒരു ബാറ്ററിയൊക്കെ വാങ്ങി ഇതുപോലെ നമ്മൾ റെഡിയാക്കി സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററി എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ബോഡി ഫിറ്റ് ചെയ്യാം. 2 സ്ക്രൂ ആണ് വരുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ബാറ്ററി പുതിയത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ചാർജിങ്ങിൽ വെച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലോ ബ്രൈറ്റ് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ കുറേ നേരം ഉപയോഗിക്കാൻ പാടില്ല. ഒന്ന് ചാർജിലിട്ടതിന് ശേഷം, കുറേ ചാർജ് കയറിയതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.